ഗുഡ് മോർണിംഗ്. അവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. രാത്രി പുറത്ത് നല്ല നല്ല തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ നല്ല കിടന്നുറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷമാണ്. ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ പണികളൊക്കെ ചെയ്ത് തുടങ്ങണമല്ലോ, അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുടങ്ങും. അപ്പം എന്തായാലും രാവിലെ എനിക്കുമ്പോൾ തന്നെ ഒന്ന് തലയൊക്കെ ഒന്ന് കുളിക്കാൻ വെളിച്ചെണ്ണൊക്കെ പറ്റാമെന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കണ അന്തരീക്ഷത്തിൽ ലൈറ്റ് കുറവായിരിക്കാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ എന്തിട്ട് പറ്റണത്. ഞാൻ നോർമൽ വെളിച്ചെണ്ണയാണ് പറ്റണേ. ഇത് പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നോർമൽ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഓയിലുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി തലമുടിയിലൊക്കെ വെളിച്ചെണ്ണൊക്കെ പരട്ടി നമ്മൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാം. അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി പിന്നെ അത് എൻ്റെ ഇന്നത്തെ പണികൾ ആരംഭിക്കുകയാണ്. ഇന്നലെ ബാക്കി വെച്ച കുറച്ച് പണികളുണ്ട് ഇവിടെ. അപ്പോൾ അത് ഫസ്റ്റ് തീർക്കണം. പാത്രം കഴുകാനാണ്. ശരിക്കും ഇത് ചെയ്യാൻ പാടില്ല നമുക്കറിയാം, പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ സാരില്ല എന്ന് വെച്ചു. എല്ലാവർക്കും എപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അമ്മയ്ക്കിപ്പോൾ ചെറിയ ലൂസ് മോഷൻ ഉണ്ട്. അപ്പം ഇന്നലെയൊക്കെ കുറേ അധികം പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് അങ്ങനെ വന്നില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേഗം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറങ്ങി. പിന്നെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റു. പിന്നെ സന്ധ്യചേട്ടൻ കുറച്ച് പ്രാവശ്യം എഴുന്നേറ്റു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യം. അപ്പം സൂപ്പർമാൻ്റെ പോലെ ഇത് ഫുൾ ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് വേണം ചായ വയ്ക്കാനും ബാക്കി പരിപാടികളും ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലേ AC-യുടെ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഇന്നലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ക്ലിയർ ആക്കാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പോയിട്ടുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് റെഡി ആയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത കാരണം പറയുന്നതാണ്. അപ്പം മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ ഞാൻ സ്റ്റീവിനോട് പാത്രം എടുത്ത് കൊടുത്തിട്ട് വേഗം ചെല്ല് അമ്മ ദേ വരണം എന്ന് പറഞ്ഞപ്പോൾ സ്റ്റീവ് പാത്രം കൊണ്ട് മീൻകാരൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ പോണത് രസമുണ്ടായിരുന്നു. ആളിങ്ങനെ കുടുങ്ങി പോണാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പോണാണ് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ കുറേ നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യണതും മീൻ മേടിക്കുന്നതൊക്കെ എൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചായ തിളയ്ക്കുമ്പോഴേക്കും നിങ്ങൾ ഇത് കണ്ടിട്ട് പോയോ. അത് നല്ല രസമുണ്ടായിരുന്നു. പോണത് കാണാനായിരുന്നു രസം. പിന്നെ ആൾ വെയിറ്റ് ചെയ്യണം, മീൻ മേടിക്കണത് അത് പെട്ടെന്ന് കണ്ടെങ്കിൽ പെട്ടെന്നൊരു സന്തോഷം തോന്നി. അപ്പോൾ ഇന്നലത്തെ ആ ഒരു കൊച്ചു വിശേഷം കണ്ടിട്ട് വരുമ്പോഴേക്കും എൻ്റെ ചായക്കുള്ള പാല് തിളയ്ക്കും. എൻ്റെ വേഗം പരിപാടികൾ ആരംഭിക്കട്ടെ. പിടിച്ചോട്ടെ സ്റ്റീവേ, വീഴ്ത്തല്ലേ. സന്തോഷായി. ഗുഡ് മോർണിംഗ് ഗ്രേസ്. അങ്ങനെ ഗ്രേസ് പള്ളിയിൽ പോവാൻ വേണ്ടി കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. റെഡി ആയിട്ടില്ല. എന്തൊരു ചെയ്യണ നീ? അപ്പൊ ഇനി അമ്മയ്ക്ക് രാവിലെ പൊടിയേരി മതി എന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കലില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മരിക്ക് കഴിക്കുന്നുള്ളതല്ലാണ്ട്. പിന്നെ പൊടിയേരിയും വേറെ ഒന്നും വേണ്ട അമ്മയ്ക്ക്. വെറുതെ ഉള്ളിയും പച്ചമുളകും കൂടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ചുറുക്കിയും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഒരു ചമ്മന്തി മതി എന്ന് പറഞ്ഞു. ഞാൻ എന്തേ അത് റെഡിയാക്കി അമ്മയുടെ ഉള്ള പൊടിയേരിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇന്ന് രാവിലെ പൊടിയേരിയും ചമ്മന്തിയാണ് കേട്ടോ കൊടുക്കണേ. അമ്മയ്ക്ക് ഇഷ്ടം ഉള്ളത് പറഞ്ഞത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അമ്മ ഫുഡ് കഴിക്കില്ല. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ പേടിച്ചത് നമ്മുടെ ചെമ്മീനുണ്ട്, അതിൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചായിരുന്നു. അതൊക്കെ എടുത്ത് വറുത്തു. പിന്നെ ബാക്കി ഉള്ള ചെമ്മീൻ ഇനി ക്ലീനാക്കി എനിക്ക് വറക്കാനുള്ള പരിപാടി ചെയ്യണം. അങ്ങനെ പോയി സമയം എന്ത് ചെയ്യും, നമ്മുടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം വരെ എത്തി. എൻ്റെ ഇടയിലൊന്നും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുക്കിങ്ങിൻ്റെ വീഡിയോ സത്യം പറഞ്ഞ് എടുത്തില്ല. ചെമ്മീൻ ഞാൻ നന്നാക്കി ഫ്രൈ ചെയ്ത് ചെറിയ രീതിയിലൊരു ഗ്രേവി ഉണ്ടാക്കി. ഒരു മിനിറ്റ് ഗ്രേസോ. അപ്പോൾ അതേ ചെമ്മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കറിയും ചെമ്മീൻ ഫ്രൈയും ആണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. എൻ്റെ
ഓപ്പൺ ദ ഫുൾ തിങ്. I love you. Then anything. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? Thank you, sweet. Thank you. അപ്പൊ ഇനി ഇത് ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്ക. നമ്മള് എന്താടാ എന്താണ് എക്സ്ക്യൂസ് മീ? എന്താണ് എക്സ്ക്യൂസ് മീ? കണ്ണടയ്ക്കാം. ഗ്രേസ് ഫാൻ ഓഫ് ചെയ്തവിടെ വെറുതെ ഫാൻ ഇട്ടേക്കാം. ഇതൊക്കെ ഇവിടൊക്കെ വലിച്ചു വാരി ഇട്ടേക്ക് സാധനങ്ങളൊക്കെ. എന്തിനു കണ്ണടയ്ക്കാൻ പറഞ്ഞേ? നിന്റെ കാറ് കാണിക്കാനാ? അതിനെന്തിനാ നീ കൊഞ്ചണേ? അവിടെ വെച്ചോ. ഞാനാണെങ്കിൽ അന്ന് 2 ദിവസം മുമ്പ് നമ്മൾ ചെടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതകത്തേക്ക് കയറ്റിയിട്ടില്ല. നല്ല മഴ പെയ്ത് നല്ലോണം മഴ അങ്ങോട്ട് കൊള്ളട്ടെ വിചാരിച്ചിട്ട് ഇതുവരെ അത് അകത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടാ. ഇന്നാണ് നല്ല മഴയും പെയ്തു. അസിസ്റ്റന്റ് അത് ഞാൻ അടുത്ത് വെക്കണം. അപ്പൊ ഇന്നലെ വെയിലും രാവിലെ നല്ല മഴ പെയ്തു, ഇപ്പൊ നല്ല വെയിലാണ്. ഇപ്പൊ ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ ചെടികളും അകത്തേക്ക് കയറ്റണം. എന്നാലാണ് അകത്തേക്ക് കയറുമ്പോൾ ഒരു സന്തോഷം കിട്ടുള്ളൂ. ഫുൾ ചെടികളകത്ത് ഇരുന്നിട്ടേ മൊത്തം ഇങ്ങനെ കാലിയാവുമ്പോ എന്തോ ഒരു മിസ്സിങ് ആണ്. അങ്ങനെ അപ്പൊ എന്നോട് ഫുഡ് കഴിക്കാന്ന് പറയാം ഗ്രേസ്. അതിന് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അവരുടെ പണികൾ ആരംഭിച്ചു. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.